എന്തുണ്ട്, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ വെയിറ്റ് 83.7 kg. കുറയുന്നുണ്ട്. മോർണിംഗ് ആണ്, ഒരു 6:30 ആയിട്ടുണ്ടാവും. ഓൾറെഡി 5 o'clock എണീറ്റതാണ്. പക്ഷേ ബേബീസിന് പാല് കൊടുത്ത് അവരുടെ ഒപ്പം തന്നെ കിടന്നു. ഇപ്പം തന്നെ ഞാൻ ഫ്രഷായി. ഉണ്ണോളുടെ പാലും കുപ്പികളൊക്കെ വാഷ് ചെയ്ത് വെച്ചു, സ്റ്റെറിലൈസ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോർണിംഗ് ഡീറ്റോക്സ് ഡ്രിങ്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് മോർണിംഗ് ഡീറ്റോക്സ് ഡ്രിങ്ക് ആയിട്ട് നമ്മൾ കഴിക്കുന്നത് ജസ്റ്റ് വാം വാട്ടറിൽ ഇത്തിരി ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം. ബട്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതാണെന്ന്. സോ ഒരു ലെമണാണ് എടുക്കുന്നത്. അതിൽ ഹാഫ് ഞാൻ എടുക്കുള്ളൂ. ഹാഫ് ലെമൺ. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. വീഡിയോ എൻഡ് വരെ കാണണേ. നമ്മൾ ഇന്നലെ പറഞ്ഞ സർപ്രൈസ് ഇതിലുണ്ട്. അപ്പം ഇന്ന് മോർണിംഗ് കെയർ ആയിട്ട്, മോർണിംഗ് റുട്ടീൻ അല്ല, ആക്ച്വലി ഞാൻ ജസ്റ്റ് ഒരു ടാൻ റിമൂവ് നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫേസ് പാക്ക് ഞാനിവിടെ യൂസ് ചെയ്യണത് O2 ആയിട്ട് O3+ പ്രൊഫഷണൽ. എനിക്ക് അതിൻ്റെ പേര് ശരിക്കും അറിയണ്ടായിരുന്നില്ല. ഡീടാൻ പാക്ക് ഉണ്ടോ, ഡീടാൻ പാക്ക് യൂസ് ചെയ്യണത്. ഞാൻ ഓൾറെഡി ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത്, ഹാൻഡും വാഷ് ചെയ്തിട്ടാണ് ഇരിക്കണത്. എൻ്റെ കയ്യിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ബ്രഷ് ഇതൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇത് ഇട്ടിരുന്നിട്ട് ചെറിയൊരു പുകച്ചിലൊക്കെ ഉണ്ട്. എന്നാലും ചെറിയൊരു പുകച്ചിൽ അതൊന്നും ഉണ്ടാവും തോന്നുന്നു. എന്നെ കണ്ടിട്ട് പേടിച്ചിട്ടിരിക്കും. ഒരാൾക്ക് ചിരി, അതിന് ചിരി, ലക്ഷ്മിക്ക് കരച്ചില്. ഇപ്പൊ ചിരിക്കുന്നുണ്ട്. എന്താണ് അമ്മ ബ്യൂട്ടീഷ്യൻ ചെയ്യണതല്ലേ? നിനക്കെന്താ പ്രശ്നം? എന്റെ പൊന്നോ, എന്താ പ്രശ്നം? രണ്ടുപേരെന്നെ കണ്ടിട്ട് പേടിച്ച് കരഞ്ഞോണ്ടിരിക്കുക. സോ 2 പാക്കും ഞാൻ ബാക്കി 2 പാക്ക് ഞാൻ വൈകുന്നേരത്തേക്ക് പറയട്ടെ വൈകുന്നേരത്തേക്ക് മാറ്റിയിരിക്കുന്നു. ശരി, അമ്മ കഴുകട്ടെ കേട്ടാ. മതി അമ്മ കഴുകട്ടെ. ഓക്കെ. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ലൈറ്റിങ്ങിന്റെ ഇഷ്യൂ ഉണ്ട്. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഡീറ്റാൻ പാക്ക് ഓക്കെയാണ്. കരച്ചില്ല, പാല് കൊടുത്തിട്ട് കാണാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഓട്സ് ബനാന പാൻ കേക്ക് ആണ്. 1/4 കപ്പ് ഓട്സ് എടുത്തു. പിന്നെ നന്നായിട്ട് പഴുത്ത ഒരു പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എഗ്ഗ്, ആവശ്യത്തിന് പാല്. ഇതെല്ലാതും ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യുക. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്ക്. ഞാൻ പാനിൽ ചെറുതായിട്ടൊന്ന് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക് റെഡിയാണ്. അതിലേക്ക് ഞാൻ കഴിക്കണേക്കാട്ട് മുന്നായിട്ട് ഇത്തിരി ഹണിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാൻ കേക്ക് കഴിക്കാനായിട്ട് റെഡിയായി. സംഭവം ഡയറ്റ് ചെയ്യണവർക്കൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. ഇന്ന് ലഞ്ചിന് നമുക്ക് ഫിഷ് മപ്പാസും ഗോതമ്പിന്റെ വെള്ളയപ്പാണ് ഉണ്ടാക്കാൻ പോണത്. ഫിഷ് മപ്പാസിന്റെ റെസിപ്പി ഇതൊക്കെ തന്നെയാണോ എന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ആദ്യം മുഴുവൻ മസാല ഇട്ടിട്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് സബോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഞാൻ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യണത് ഇത്തിരി ഗരം മസാലയും തേങ്ങാപ്പാലും മാത്രമാണ്. അത് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമ്മൾ ഏത് മീനാണോ യൂസ് ചെയ്യണത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്റെ കറിയില് ഇത്തിരി എരിവ് കൂടിയതുകൊണ്ട് ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയിൽ നമ്മുടെ ബേബീസ് എനിക്കുണ്ടോ നോക്കണേ. എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി അവിടെ ഒതുക്കി വെച്ചിട്ട് വേണം പിന്നെ പോവാനായിട്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഫിഷ് മപ്പാസ് റെഡി. ഇത് നമ്മുടെ ഗോതമ്പ് വെള്ളയപ്പാണ്. എന്റെ ഫ്രണ്ട് ഗ്ലിറ്റ്സിയാണ് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഇതിന്റെ റെസിപ്പി ഷെയർ ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. പക്ഷെ ഇത്രയ്ക്ക് നന്നായിട്ട് വരുന്നുള്ളത് ഞാൻ വിചാരിച്ചേയില്ല. വെള്ളയപ്പത്തിന്റെ ടേസ്റ്റും ഉണ്ട്, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തിയും ആണ്. ആദ്യമായിട്ട് കഴിക്കണോണ്ടാണോ എന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി നമുക്ക് നമ്മുടെ മിജുവിന്റെ അഭിപ്രായം കേൾക്കാം.
എങ്ങനെയുണ്ട്? നല്ലതാണോ മിജു? ശരിക്കും നല്ലതാ. ഗോതമ്പിന്റെ നല്ലതാണോ? നന്നായിട്ട്. അല്ല, കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നൈസ്. സോ ഗൈസ്, അപ്പോൾ സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞത് സർപ്രൈസ് കാണിക്കാൻ പോവാണ്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഒരു മിനിറ്റ്. മിജോ സാർ ഇന്നലെ ചെന്നിട്ട് എടുത്തതാണ്. ഇന്നലെ മിജോ വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ വീഡിയോൻ്റെ ഇത് ഓണാക്കാനായിട്ട് മറന്നുപോയി. അത് കാരണം എൻ്റെ സർപ്രൈസ് ആക്കാനുള്ള വീഡിയോ ഒന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ പുതിയതായിട്ട് എടുത്ത കാറാണിത്. MG ഏതാ മിജോ? MG HS പ്ലഗ് ഇൻ ഹൈബ്രിഡ്. ഇത് 2024 മോഡൽ. ഇവിടുത്തെ ഈ നമ്പർ കാണുന്നതാട്ടാ, ഇവിടുത്തെ ഇയർ കാണിക്കുന്നത് 2024. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കാറ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് ഒന്ന് കാറിൽ കയറണത്. ഞങ്ങളുടെ കാറ് ഒന്ന് ഇടിച്ചായിരുന്നു. ഞങ്ങളുടെ തെറ്റല്ല, പാർക്കിങ്ങിൽ നിർത്തിയിട്ടേക്കായിരുന്നു. അപ്പോൾ ഒരു വണ്ടി വന്നിട്ട് ഇങ്ങോട്ട് ഇടിച്ചു. അപ്പോൾ അത് എന്താ, ഇൻഷുറൻസിന് പോയപ്പോൾ ടോട്ടൽ ലോസ് അടിക്കാൻ പറഞ്ഞു. അങ്ങനെ ടോട്ടൽ ലോസ് അടിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ പേയ്മെൻറ്റ്, ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ MG HS വാങ്ങി. നമ്മൾ എന്നല്ല, മിജോനാട്ടാ പോയി വാങ്ങിച്ചത്. എനിക്കിത് സർപ്രൈസ് ആയിരുന്നു. ഞാൻ ഇത്രയും വലിയ വണ്ടി വാങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സെയിം ടൊയോട്ട എക്വ അതായിരുന്നു ഞങ്ങളുടെ പഴയ കാറ്. അത് തന്നെയാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് അച്ഛമോനെ കാറ്? മുടി ശരിയാക്ക മിജോ. എല്ലാരും റെഡിന് എല്ലാരും റെഡ്. ഇപ്പൊ ഞങ്ങള് നേരെ പള്ളിയിലേക്ക് കേട്ടാ പോണത്. പള്ളിയിൽ പോയിട്ട് ഒന്ന് വെഞ്ചരിച്ചിട്ട് ആദ്യം റെഡ് ഒന്ന് വെഞ്ചരിച്ചിട്ട് എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് പള്ളിക്ക് പോയോണ്ടിരിക്കാണ്. ബേബീസ് ബാക്കില് നല്ല ഉറക്കാണ്. രണ്ടുപേരും ഉറക്കാൻ തോന്നണു. രണ്ടുപേരുടെ ശബ്ദം അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ കരച്ചിലുണ്ടാവാറുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ കയറിയിരുന്നു എന്ന് തന്നെ ഞാൻ ചിന്തിച്ചു. സാധാരണ ഞാൻ ബേബീസ് ഉണ്ടെങ്കിൽ ബാക്കില് അവരുടെ ഇടയിലാണ് ഇരിക്കാറ്. ഇത് ഞാൻ ഓടി വന്നിട്ട് ഫ്രണ്ടിൽ കയറിയിരുന്നല്ലോ വിചാരിച്ചു. നോർമലി ഞാൻ ആ ഫ്രണ്ടിൽ തന്നെയാ നാട്ടിലായാലും ഇരിക്കുക, എവിടെയാലും. സത്യം. എല്ലാരും പറയും, ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും പറയും, പാറു വിട്ടുകൊടുക്കില്ല ഫ്രണ്ട് സീറ്റ്. എപ്പോഴും എനിക്ക് ഫ്രണ്ടിലിരിക്കാൻ ഇഷ്ടം, എപ്പോഴും ഫ്രണ്ട് സീറ്റിലിരിക്കാനാണ് ഇഷ്ടം. അപ്പൊ ഞാൻ ഇങ്ങനെ വിട്ടുകൊടുക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പൊ ബേബീസ് വന്നപ്പോ ഒരു പ്രാവശ്യം എനിക്ക് അങ്ങനെ ഇരിക്കേണ്ടി വന്നുള്ളൂ. ബാക്കി ടൈമൊക്കെ അമ്മച്ചി ഉണ്ടാവും. അപ്പൊ അമ്മച്ചിയാണ് സെന്ററിൽ ഇരിക്കാറ്. ഇപ്പൊ അമ്മച്ചിയില്ല. പിന്നെ ഞാൻ മിജോനോട് പറഞ്ഞില്ലേ, മിജോ ഒരു കാര്യം, എന്റെ വെയിറ്റ് ലോസ് ഞാനേ മിനിഞ്ഞാന്ന് നോക്കിയപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാ, ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാ സ്റ്റാർട്ടിങ് ഡേ നോക്കിയപ്പോ എനിക്ക് 85.7 ആയിരുന്നു വെയിറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്നലെ നോക്കിയപ്പോ 84.87 അങ്ങനെയായിരുന്നു. ഇന്ന് നോക്കി 83.7 kg. ദിവസം 1 kg വെച്ചിട്ട് ഞാൻ കുറയുന്നുണ്ട് വെച്ചു. ഇപ്പൊ ടോട്ടൽ ഒരു 2 kg കുറഞ്ഞു. മാതിരി പരിപാടി പറയലുണ്ട്. എനിക്കും അറിയില്ല, പക്ഷെ ഞാൻ ഒരേ ടൈമിങ്ങിലാണ് നോക്കണത്. മോർണിംഗ് എണീറ്റിട്ടാണ് നോക്കണത്. അത് കഴിയുമ്പോ ഒബിയസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വേറെ ഫുഡൊന്നും കഴിക്കണില്ല. മേ ബി ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ വെയിറ്റ് കൂടുതലായിരിക്കും, കാലത്തത്തെ ഫുഡിങ് അതൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ എന്റെ ഫുഡിങ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഷുഗർ ഞാനിപ്പോ 2 days ആയിട്ട് ഞാൻ 2 days ആയിട്ട് ഷുഗർ കഴിച്ചിട്ടില്ല, ജങ്ക് ഫുഡ് കഴിച്ചിട്ടില്ല. സോ
2 ദിവസമല്ലേ? ആ അറ്റ്ലീസ്റ്റ് ഞാൻ 2 ദിവസം കഴിക്കേണ്ടിരുന്നില്ലേ? ഹൗ ഇറ്റ് ഈസ് വലിയ സംഭവം. ആ അപ്പൊ എന്നെ കൊണ്ട് പറ്റും, ചെയ്യാണ്ടിരിക്കാനൊന്നും എല്ലാ കൂട്ടത്തിലൊന്നുമില്ല, പറ്റും. സോ അങ്ങനെ ഞാൻ 2 kg ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ നാളെ നോക്കി കഴിഞ്ഞാൽ സെയിം തന്നെയാണോ അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടോ എന്നറിയില്ല. ബാക്കി കാര്യങ്ങള് പള്ളിയിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, എങ്ങടെ പോണേ? പള്ളിക്ക് പോവാണ്. ഇതാണ് സെന്റ് ആന്റണീസ് കാത്തലിക് ചർച്ച്. മെല്ലെ മെല്ലെ. In those days, Mary arose and went with haste into the hill country to a town in Judea, and she നമ്മളിപ്പോ സ്റ്റീഫന്റെയും ഗ്ലിച്ചിയുടെയും വീട്ടിക്ക് വന്നേക്കാണ്. നോക്കട്ടെ, ആടുന് വിശക്കുണ്ട്. ആടുവാ ആ വിശക്കുണ്ട്. ആ അപ്പ വിശക്കുണ്ട് കേട്ടാ. ഹായ്, ഞങ്ങളെല്ലാരും ഒന്ന് മാച്ചിയാണ്. കാറും മാച്ചിയാണ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റീഫൻ ചേട്ടൻ, അതാണ് ഗ്ലിച്ചി. ഇത് കള്ളിച്ചക്കനാ, ഇത് കള്ളിപ്പെണ്ണ്. ചക്കര, അയ്യോ ചക്കര പെണ്ണിന്റെ ഇതെടുത്തില്ല, തലയിലിടുന്നത്. ചക്കര പെണ്ണ് മൈൻഡില്ല, വയ്യ. കാറിലിരുന്നിട്ട് വയ്യാണ്ടായി കൊച്ചിന്. തമ്പായുടെ അടുത്ത് പോയപ്പോ അവിടെ മാസം നടന്നുകൊണ്ടിരിക്കുക. പുള്ളിക്ക് അധികം കേറാൻ പറ്റിയില്ലേ. സ്റ്റീഫൻ ഹായ് പറ. ഹായ് ഹായ് പറ. ഹായ്. ഞാൻ വിചാരിച്ചത് ബെഡിന്റെ അവിടെ പിടിച്ചു മറ്റേതല്ലേ. വീട്ടിൽ കയറി സ്നെഗ്ഗി പുറത്തായി. ഞങ്ങൾക്ക് ഡ്രസ് വേണ്ട, അതല്ലേ ചൂടല്ലേ ഗൈസ്. മറ്റേ ഇതില് ചോദിക്കില്ലേ, സ്റ്റീഫ ഇന്നെന്താ കഴിക്കാൻ? മറ്റേ തമിഴ് ഏതൊരു ഇതിലില്ലേ. ഓക്കെ, എനിവേ സ്റ്റീഫന്റെ സ്പെഷ്യൽ കപ്പ. ഓ മൈ ഗോഡ്, മീൻ കറിയല്ലത്, മീൻ വറുത്തത്. അത് ചോറുണ്ട്, കറി ഇവിടെ ചൂടാവുന്നു. അതേ വന്നു. ഇത് ചിക്കൻ കറി. ഞങ്ങൾക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആണോ? ഡിന്നർ അല്ല, നൈറ്റ് നിങ്ങളാക്കി. അപ്പൊ ഭക്ഷണം കഴിക്കാം അല്ലേ പറു? ഓക്കേ, ഇതാണ് ഇന്നത്തെ ഡിന്നർ. ചിരി കപ്പ, കപ്പ, മീൻകറി, ഒരു മീൻ എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്ത്, പിന്നെ ചിക്കൻ. വായില് വെള്ളം വന്നിട്ട് വയ്യ, കൊതിയിട്ട് വയ്യ. മിജു എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യോ സ്റ്റീഫന്റെ പോലെ തന്നെ അശ്ശി താടി മീശുണ്ടോ? എങ്ങനെയുണ്ട് പാറു? നന്നായിട്ട് പുളി പിടിച്ചിട്ട്. പ്ലേറ്റ് നോട്ടെ. നമ്മുടെ കാറിൽ അങ്ങനെ ഫസ്റ്റ് റൈഡും പോയി ഭയങ്കര ഹാപ്പിയായി ഞാനും ബേബീസും. ഏയ്
അറ്റ് ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തി. എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇന്നത്തെ ഡയറ്റിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. 6 മണിക്ക് കഴിയേണ്ട ഡയറ്റ് ഇന്ന് കഴിഞ്ഞത് 8 മണിക്കാണ്. കാരണം അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞ് എത്തിയപ്പോൾ 10:30-11 മണി ആവാറായി. അപ്പോൾ ഇന്നത്തെ റൂട്ടീൻസ് ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബേബീസിന് പാല് കൊടുത്ത് കെടുത്തി ഉറക്കുക, അതാണ് പണി. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. അതുവരെയും ബൈ ബൈ ഗൈസ്.